ഹായ് ഹവിയോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്നാ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ ബാഗ്, അതാണ് കേട്ടോ നമ്മുടെ ടോപ്പിക്ക്. അതായത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് ഞാൻ കരുതുന്നത് എന്നാണ് കാണിക്കുന്നത്. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും, എൻ്റെ ഓഫീസിൽ നമുക്ക് എല്ലാവർക്കും ഓരോ ഷെൽഫ് ഉണ്ട്. അപ്പോൾ ആ ഷെൽഫിൽ നമുക്ക് ആവശ്യമുള്ള തിങ്സുകളോടെ വെച്ചിട്ട് വന്നാൽ മതി. എല്ലാ തിങ്സും ഡെയിലി കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്നിരുന്നാൽ പോലും എന്തൊക്കെയാണ് എന്നുള്ളത്, അതായത് ഇപ്പോൾ എൻ്റെ ബാഗിൽ എന്തൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. കാരണം കുറച്ച് തിങ്സ് അവിടെ എൻ്റെ ഷെൽഫിലാട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ ബാഗിൽ കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളും പിന്നെ ഞാൻ എക്സ്ട്രാ എന്താണ് കരുതുന്നതും ഞാൻ പറയാതെ എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം അത് അവിടെയാണ്, ഓഫീസിലാണ്. അപ്പോൾ നമ്മുടെ ബാഗിലേക്ക് എന്താണ് ബാഗിൽ ഞാൻ കരുതുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ പൊതുവേ എനിക്ക് ബാഗിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് ബാഗും ഡ്രസ്സും ഭയങ്കര ക്രേസാണ്. അപ്പോൾ പുതിയ നല്ല ട്രെൻഡി ബാഗൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും മേടിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് ഇതാട്ടോ, ഞാൻ ലാസ്റ്റ് ഡ്യൂട്ടിക്ക് എടുത്ത ബാഗ്. അതുകൊണ്ടാണ് ഞാൻ ഈ ബാഗ് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത്. തേഴ്സ്ഡേ ഡ്യൂട്ടി കഴിഞ്ഞ സമയത്ത് ഈ ബാഗിലെ തിങ്സ് ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ ഈ ബാഗ് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു കിംബൽ എന്ന് പറയുന്ന കമ്പനി ബാഗാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് ഈ ബാഗ് ഇങ്ങനെയും ഹോൾഡ് ചെയ്തിട്ട് കൊണ്ടുപോകാം, ഇങ്ങനെ പിടിക്കാം. പിന്നെ പൊതുവെ ഞാൻ ഈ ബാഗ് തിങ്സ് ഇപ്പം അധികമാണെങ്കിൽ ഞാനത് നമ്മുടെ ക്രോസ് ഇട്ടേച്ചിട്ടാണ് കൊണ്ടുപോകുക. ക്രോസ് ഒന്നുകൂടെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലിങ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇതിലാണെങ്കിൽ ഒത്തിരി അറകളുണ്ട് കേട്ടോ. ഒരു 3 കള്ളി വരുന്നുണ്ട്. പിന്നെ ഈ ബാക്കിലും ഒരു ചെറിയ അറയുണ്ട്, ഇതിൻ്റെ ഇൻസൈഡും ഒരു അറയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബാക്ക് അറയിൽ നിന്ന് നോക്കാം. ബാക്ക് അറയിൽ ഇതെൻ്റെ കാർഡ്സ് ആട്ടോ. ATM കാർഡ്സും ഇക്കാമ ഇതിലുണ്ടായിരിക്കും. ചിലപ്പോൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇത് എന്നിരുന്നാലും ഒരു ATM കാർഡ് ഉണ്ടായിരിക്കും. ATM കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡ് എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഫസ്റ്റ് എൻ്റെ ബാഗിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സ്പ്രേ ആണ്. സ്പ്രേ നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം കൂടിയാണ് സ്പ്രേ. ഈ സ്പ്രേനെ കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സ്പ്രേ നമ്മളെല്ലാവരും യൂസ് ചെയ്യണമെന്നാണ്, അതായത് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്പ്രേ, അതായത് നല്ല സ്മെല്ലുള്ള സ്പ്രേ നമ്മൾ ചൂസ് ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും, അപ്പോൾ സ്മെൽ ഡിഫറൻസ് വരുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സ്പ്രേയുടെ കാര്യത്തിൽ പിശുക്ക് കാണിക്കാണ്ട് നല്ല ക്വാളിറ്റിയുള്ള സ്പ്രേ യൂസ് ചെയ്യണം. ഈ ക്വാളിറ്റിയുള്ള സ്പ്രേ യൂസ് ചെയ്യാൻ പറയുന്നതും ഇടയ്ക്ക് നമ്മൾ ഡ്യൂട്ടി സമയത്ത് സ്പ്രേ യൂസ് ചെയ്യാൻ പറയുന്നതിനും കാരണമുണ്ട്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടായിരിക്കും, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ പൊതുവെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കമ്പാരിസൺ ഉണ്ട്. അതായത് പൊതുവെ ഇവിടെ പറയുന്നത് ഇന്ത്യൻസിന് അതായത് ഭയങ്കരമായിട്ട് വേർപ്പിൻ്റെ ഒരു സ്മെല്ല് കൂടുതലാണ്. അതായത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരൊക്കെയാണ്, ഫിലിപ്പീൻസ് വരാം, നൈജീരിയൻകാർ വരാം. ഇവർ പറയുക ഇന്ത്യൻസിന് സ്വെറ്റിങ്ങിൻ്റെ ഒരു സ്മെല്ല് കൂടുതലാണ്. അതായത് ഞാനും പൊതുവെ എല്ലാ ആൾക്കാരുടെ അടുത്തും, അതായത് ന്യൂ സ്റ്റാഫ് വരുമ്പോഴും ഹൈജീനിക് ആയിട്ടുള്ള കുറേ തിങ്സുകൾ പറയാറുണ്ട്. അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് തിങ്സ് ആണ് ഈ സ്പ്രേയുടെ യൂസ്. നമ്മൾ സ്പ്രേ എപ്പോഴും കരുതണം. സ്പ്രേ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ബെഡ് സൈഡ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെങ്കിൽ അല്ലെങ്കിൽ ER വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെങ്കിൽ നമ്മൾ ഒത്തിരി ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സ്വെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മളെ തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോക്കറ്റ് സ്പ്രേയോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക, ഇടയ്ക്ക് ഒന്ന് യൂസ് ചെയ്യുക. കാരണം നമ്മൾ എപ്പോഴും പേഷ്യൻസിൻ്റെ സൈഡിൽ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്പ്രേ നമ്മുടെക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. പൊതുവെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 7 മിനിറ്റ്സ് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ എൻ്റെ ഹോസ്പിറ്റലിലേക്ക്. അപ്പം ഞാൻ നടന്നു പോകുമ്പോൾ പൊതുവെ സ്വെറ്റ് ആകാറുണ്ട്. അപ്പോൾ സ്പ്രേ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ചെക്കിങ്ങിന് പോകുന്ന സമയത്തോ എന്നിരുന്നപ്പോൾ ഒരു കോൺഫിഡൻ്റ് എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ഒരു ഫ്രഷ് ആയിട്ട് നമ്മൾ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫൊക്കെ ആണെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. ഒരു അപ്പിയറൻസ് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സ്പ്രേ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു സ്പ്രേ ഉണ്ടായിരിക്കും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ റാക്കിൽ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല, എങ്ങനെയാണോ ഞാൻ എടുത്തു വെച്ചത് അതുപോലെ ഞാൻ കാണിക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ഡയറി ഉണ്ടായിരിക്കും. ഡയറി മീൻസ് ഇതൊരു നോട്ട്ബുക്സ് ആണ്. എനിക്ക് ഈ നോട്ട്ബുക്ക് ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ളതും ഇങ്ങനെ സ്പൈറൽ ചെയ്തിട്ടുള്ള ബുക്സ് ഭയങ്കര കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതും അങ്ങനത്തെ ആയിരിക്കും.
അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് അന്നത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ക്രിയേറ്റിവിറ്റി ഐഡിയാസ് ഏതെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ് പ്ലാനോ എന്തെങ്കിലും പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാനത് ഇതിൽ എഴുതി വെക്കും. എഴുതി വെച്ചേച്ചിട്ട് ഒരു പെൻഡിങ് എന്ന രീതിയിൽ അത് എത്രത്തോളം കൊണ്ടുവന്നു എന്ന് എഴുതിക്കാൻ വേണ്ടി വെച്ചിട്ട് ഒരു ബുക്സ് ഉണ്ടായിരിക്കും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത്. ഓക്കെ. പിന്നെ എന്തെങ്കിലും സ്റ്റാഫ് റിലേറ്റഡ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഉണ്ടെങ്കിൽ അതെനിക്കൊരു വേറൊരു ബുക്കാണ്. അത് ഞാൻ ഓഫീസിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അത് അതായത് ഡെയിലി എന്തെങ്കിലും HR വർക്ക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫിന് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ന്യൂ സ്റ്റാഫ് വരുമ്പോഴത്തേക്കും ഓറിയൻറ്റേഷൻ എന്തെങ്കിലും പെൻഡിങ് അല്ലെങ്കിൽ അവരുടെ ഇക്കാമ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആയിട്ടില്ല, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ സ്റ്റാഫിനാണ് നമ്മൾ ക്ലിയർ അപ്പ് ചെയ്ത് അക്കൗണ്ട് ആർക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അതായത് അക്കൗണ്ട് മീൻസ് ഞാൻ 3000 അക്കൗണ്ട് ഹോസ്പിറ്റലിൻ്റെ കാര്യമായിട്ട് പറയണേ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എഴുതുന്ന വേറൊരു ബുക്ക് എൻ്റെ ഹോസ്പിറ്റൽ ഓഫീസിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് ഞാൻ ക്യാരി ചെയ്യാറില്ല ഇങ്ങോട്ട്. ഇത് ഞാൻ അല്ലാണ്ട് എൻ്റെ പ്രൊഫഷൻ വൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ക്വാളിറ്റി കോർഡിനേറ്ററാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് അതായത് എനിക്ക് അപ്പോൾ ഞാൻ പെൻ ഡ്രൈവിൽ ആക്കി വെച്ചിട്ട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരും USB-യിലാക്കിയിട്ട്. അപ്പോൾ ഞാനത് വീക്കെൻഡ് ഡേയ്സ് അത് ചെയ്ത് തീർക്കാറുണ്ട്. ഇന്നിപ്പോൾ ഒരു വീക്കെൻഡാണ്, എനിക്ക് പൊതുവേ വർക്കിംഗ് ഡേയ്സിൽ സമയം കിട്ടാറില്ല. അപ്പം ഞാൻ ഇവിടെ വന്നേച്ചിട്ടാണ് ഈ വീക്കെൻഡ് പൊതുവെ കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് രണ്ടാമത്. ഇനി എൻ്റെ കയ്യിൽ കുടയുണ്ടായിരിക്കും കേട്ടോ. ഞാൻ പൊതുവേ പറഞ്ഞു രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് നടന്നിട്ട് പോകുന്നതാണെന്ന്. അപ്പോൾ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അംബ്രല്ല. പിന്നെ ചിലപ്പോൾ ഞാൻ വണ്ടിയിലായിരിക്കും റിട്ടേൺ വരിക, അല്ലെങ്കിൽ നടന്നിട്ടാണെങ്കിലും കുട യൂസബിൾ ആണ്. പിന്നെ ഈ കുട എനിക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ കുട യൂസ് ചെയ്യുന്ന കാര്യം പൊതുവെ എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബാങ്ക് പർപ്പസിന് പോകുന്നവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം പുറത്ത് ഇട്ട് പോകുന്നവർ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാറുണ്ടെങ്കിൽ ഇതാ അംബ്രല്ല തരൂ. അതായത് ഞാൻ കൊണ്ടുവരുന്നത് എല്ലാവർക്കും അറിയാം, അപ്പം ഞാൻ എന്തായിരുന്നാലും കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ കുടയുണ്ട്. പിന്നെ ഇതിൽ ഒരു പൗച്ച് കേട്ടോ. ഈ പൗച്ചിൻ്റെ അകത്ത് പാഡാണ്, നമുക്ക് ലേഡീസ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സൈഡിൽ തന്നെ എനിക്ക് കുറേ കള്ളികളുണ്ട് കേട്ടോ. ഇവിടെ ഒരു അറയുണ്ട്. ഇതിൽ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ലിപ്സ്റ്റിക്ക് കുറേ ദിവസമായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല, കാരണം ഇതിൽ വെച്ച് വെച്ചിട്ട് ഞാൻ മറന്നുപോയി. ഇപ്പോൾ തുറന്നു നോക്കുമ്പോഴാണ് കാണുന്നത്. പിന്നെ ഇത് തേർഡ് അറയാട്ടോ. ഈ തേർഡ് അറയിൽ ഇങ്ങനെ ഒരു പൗച്ചുണ്ട്. ഇത് പിൽഗ്രിം ബാൻഡിൻ്റെ കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ മേക്കപ്പ് കിറ്റാണ്. മേക്കപ്പ് കിറ്റ് മേക്കപ്പ് യൂസ് ചെയ്യരുതെന്നല്ല, ഞാൻ പൊതുവേ എല്ലാ സ്റ്റാഫിൻ്റെ അടുത്തും ഈ ഓറിയൻറ്റേഷൻ ടൈമിൽ അല്ലെങ്കിൽ മന്ത്ലി മീറ്റിങ്ങിന് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും ഞാൻ എല്ലാ സ്റ്റാഫിനോടും പറയാറുണ്ട്, മേക്കപ്പ് ചെയ്യുന്നതിന് യാതൊരു പ്രോബ്ലം ഇല്ല, മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, മേക്കപ്പ് നമ്മൾ ചെയ്യണം. പക്ഷെ ഓവർ മേക്കപ്പ് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്ന, അതായത് ഫ്രഷ് ആയിട്ടിരിക്കുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ബാഗിൽ എന്തൊക്കെയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഹേലർ, വിക്സിൻ്റെ ഇൻഹേലർ ഉണ്ട്. ഒരു കൺസീലർ ഉണ്ട്. പിന്നെ ഇത് ഈ ഇടയ്ക്ക് രമി നാട്ടിൽ പോയപ്പം എനിക്ക് മേടിച്ചിട്ട് വന്നത് കേട്ടോ. അപ്പം ഈ ബ്രാൻഡിൻ്റെ ആയിരുന്നു, പിൽഗ്രിം ബ്രാൻഡിൻ്റെ ആയിരുന്നു മേടിച്ചിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ പൗച്ചും കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ തന്നെ പിൽഗ്രിമിൻ്റെ തന്നെ എല്ലാ ഐറ്റംസും അങ്ങനെയുള്ള ഐറ്റംസ് ആട്ടോ. അതായത് ഈ ഫൗണ്ടേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഇതിന് നമുക്ക് ഫൗണ്ടേഷൻ ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ടാക്കണമെന്നില്ല, ഇവിടെ ഒരു ബ്രഷ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന കാരണം ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഞാൻ നടന്നു പോകുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി വേർത്തിട്ടൊക്കെ ആയിരിക്കും അവിടെ എത്തുക. പൊതുവേ നല്ല ചൂടാണ് ഇവിടെ, അങ്ങനെ തണുപ്പൊന്നുമില്ല. ഇപ്പോൾ ഒരു ഇച്ചിരി ചൂട് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ വേർക്കാറില്ല. അപ്പോൾ എന്തെങ്കിലും ക്ലാസ് ഉള്ള സമയത്തും പിന്നെ ഇവിടെ നിന്ന് അവിടെ ചെന്നേച്ചിട്ട് ഞാനൊന്ന് നമ്മൾ ഫ്രഷ് ആവുമല്ലോ, ആ ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഇത് അധികം വലിച്ചു വാരിയിട്ട് അങ്ങനെ ഇടാറില്ല. എന്നിരുന്നാലും കുറച്ച്, അതായത് കൂടുതൽ നമ്മൾ മേക്കപ്പ് കാണിക്കാൻ പാടില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ഇതിന് വേണ്ടി വെച്ചിട്ട് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. അതുപോലെ തന്നെ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ
ഒന്ന് ഫ്രഷ് ആയിട്ട് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വെച്ചിട്ട് എക്സ്ട്രാ നമ്മൾ കരുതിയേക്കുന്ന കേട്ടോ. പിന്നെ എപ്പോഴും സൺസ്ക്രീൻ, ഇത് പിൽഗ്രിമിൻ്റെ തന്നെയാണ്. കൂളിംഗ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ 15+ൻ്റെ തന്നെയാണ്. സൺസ്ക്രീൻ ഞാൻ എൻ്റെ ലൈഫിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ, സൗദി അറേബ്യയിൽ വന്നതിന് ശേഷം. അപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ മുഖത്ത് മുമ്പ് ഭയങ്കര ടാൻ ഉണ്ടായിരുന്നു. ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതലാണ് ഈ ടാനെല്ലാം നന്നായിട്ട് പോയതും. അതുകൊണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴും സൺസ്ക്രീൻ ഉണ്ടായിരിക്കും. എൻ്റെ അടുത്തും ഉണ്ടായിരിക്കും, മക്കൾസിൻ്റെ അടുത്തും ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഫൗണ്ടേഷൻ, പിന്നെ ഡാസ്ലറിൻ്റെ ഒരു ഐക്കോണിക് കാഴ്ച. കാരണം ഞാൻ എൻ്റെ കണ്ണിൽ എന്ത് ഇത് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ കുറേ ടൈം ആകുമ്പോൾ ഓയിലി സ്കിന്നാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം പോയി പോകും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. എത്ര സ്പ്രെഡ് ആകേണ്ടതെന്ന് എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ പോലും സ്പ്രെഡായി പോകും. അപ്പോൾ തിരക്കില്ലാത്ത സമയത്ത് നമ്മൾ ബാത്റൂമിൽ പോകുന്ന ടൈമിൽ നമ്മൾ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് എക്സ്ട്രാ ഒന്ന് എടുത്തു വെച്ചേക്കുന്നതാണ്. പിന്നെ എൻ്റെ ഇതിലുള്ളത് ഒരു ഹൈലൈറ്റർ ഉണ്ട്. ഇത് അബദ്ധത്തിൽ ഇതിൻ്റെ അകത്ത് വന്നതാണ്, കാരണം ഇത് ഹോസ്പിറ്റലിലെ കേട്ടോ. ഹോസ്പിറ്റലിൽ ഞാൻ ഓഫീസിൽ യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു പേനയുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വീടിൻ്റെ കീ ഉണ്ട് കേട്ടോ. വീടിൻ്റെ കീയും ഓഫീസിൻ്റെ കീയും ഒരുമിച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, എല്ലാം കാലി. അപ്പം ഇതാണ് എൻ്റെ ബാഗിലുള്ള. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് എപ്പോഴും ചൂയിങ്കം ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ചൂയിങ്കം ഓഫീസിലാണ് വെച്ചേക്കുന്നത് ഷെൽഫിൽ. അപ്പോൾ അതായത് ഇത് ഇത്രയും സാധനങ്ങളും പിന്നെ ഇതിൻ്റെ കൂടെ എനിക്കൊരു ചൂയിങ്കം ഉണ്ട്. ഇതാണ് എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ വെള്ളം ഞാൻ പൊതുവെ കരുതാറുണ്ട്. വെള്ളം പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ വെള്ളം കിട്ടും കേട്ടോ. അവിടുത്തെ കിച്ചണിൽ നമ്മൾ ബൈയോട് പറയുമ്പോഴത്തേക്കും നമുക്കുള്ള വെള്ളം അവർ കൊണ്ടുതരും. ചില സമയത്ത് മാത്രം ഞാൻ ഇവിടെ ഇരുന്ന് എടുത്തിട്ട് പോകും. പിന്നെ നമ്മുടെ ടിഫിൻ ക്യാരി കാണും ഏതെങ്കിലും, ചിലപ്പം എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും. കാരണം എനിക്ക് 7 to 4 PM ഡ്യൂട്ടിയാണ്. ഓഫീസ് അവേഴ്സ് എന്ന് പറയുന്നത് 7 to 4 PM ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിലുള്ളത്. ബൈ.